മാന്യ ശ്രോതാക്കൾക്ക് നിയമപാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് സി ആർ അജയകുമാർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ബെൻസിഗർ 107.8. നമ്മൾ കേരള കയറ്റിറക്ക് നിയമത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ സങ്കീർണമായിട്ടുള്ള നിയമപദങ്ങൾ ലളിതമായി സാധാരണക്കാരിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമമാണ് നിയമപാഠത്തിലൂടെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നിയമം ഏറ്റവും ലളിതമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഈ നിയമത്തിൻ്റെ 5-ാം വകുപ്പിൽ ഗാർഹിക ഇതര ആവശ്യങ്ങൾക്ക് വേണ്ടി തൊഴിലാളികളെ നിയമിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. 1978 കേരള ചുമട്ടുതൊഴിലാളി ആക്റ്റിൽ എന്തു തന്നെ പറഞ്ഞിരുന്നാലും ഏതെങ്കിലും വ്യവസായ പാർക്കിലോ കയറ്റുമതി സംസ്കരണ മേഖലയിലോ വ്യവസായിക അല്ലെങ്കിൽ വാണിജ്യ പ്രദേശത്തോ ഗാർഹിക ഇതര ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തമായോ അല്ലെങ്കിൽ അയാളുടെ ഇഷ്ടമനുസരിച്ചോ തൊഴിലാളികളെ നിയമിച്ചുകൊണ്ട് കയറ്റിറക്ക് ജോലി ചെയ്യിക്കുന്നതിനുള്ള അവകാശം തൊഴിലുടമയ്ക്കുണ്ടായിരിക്കും എന്ന് ഈ നിയമത്തിൻ്റെ 5-ാം വകുപ്പ് പറയുന്നു. ഈ വകുപ്പ് പ്രകാരം ഗാർഹിക ഇതര ആവശ്യങ്ങൾക്കായി കയറ്റിറക്ക് ജോലികൾ നടത്തിയേക്കാവുന്ന വ്യവസായ പാർക്കുകൾ, കയറ്റുമതി സംസ്കരണ മേഖല ഒക്കെ ഒരു ഗസറ്റ് വിജ്ഞാപനം വഴി പ്രഖ്യാപിക്കുന്നതിന് സർക്കാരിന് അവകാശമുണ്ടായിരിക്കുമെന്നും വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ഈ നിയമത്തിൻ്റെ 6-ാം വകുപ്പിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളുടെ നിരോധനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ മുമ്പ് കണ്ട വിനോദിന് ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്ന ഗുരുതരമായ പ്രശ്നം നോക്കുകൂലി നൽകണമെന്നുള്ളതാണ്. ജോലി ചെയ്യാതെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ മറ്റൊരാൾ ചെയ്ത ജോലിക്കുള്ള തുകയാണ് ആവശ്യപ്പെടുന്നത്. അതിനൊരു ഭീഷണിയുടെ ധ്വനിയുണ്ടെന്ന് വിനോദ് തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ കയറ്റിറക്ക് നിയമത്തിൻ്റെ 6-ാം വകുപ്പ് വിനോദ് അറിഞ്ഞിരിക്കേണ്ടത് അടിയന്തരമായും ആവശ്യമാണ്. ഇതിൻ്റെ 6-ാം വകുപ്പിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നിരോധിക്കുന്നതിനെക്കുറിച്ചാണ് വിശദമാക്കുന്നത്. ഒരു തൊഴിലാളിയും ഒറ്റയ്ക്കോ കൂട്ടായോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുവാൻ പാടില്ല എന്ന് ഈ നിയമം പറയുന്നു. ഈ നിയമത്തിൻ്റെ 7-ാം വകുപ്പിൽ വസ്തുവിൽ പ്രവേശിക്കുന്നതിനുള്ള നിരോധനത്തെക്കുറിച്ചാണ് പറയുന്നത്. യാതൊരു തൊഴിലാളിയും ഒരു തൊഴിലുടമയുടെയോ മറ്റാളുകളുടെയോ വസ്തുവിൽ യാതൊരു അനധികൃത പ്രവേശനം നടത്തുകയും നിർവഹിക്കേണ്ടതായ ജോലിക്കോ പ്രവൃത്തിക്കോ നടപടിക്കോ എന്തെങ്കിലും തടസ്സമോ പ്രതിബന്ധമോ സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ തൊഴിലുടമയുടെയോ മറ്റാളുകളുടെയോ ഭൂമിക്കും വസ്തുവകൾക്കും ഏതെങ്കിലും ദ്രോഹമോ നശീകരണമോ നാശനഷ്ടമോ വരുത്തുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. വളരെ കൃത്യമായി പറയുകയാണ്. ഈ നിയമത്തിൻ്റെ 7-ാം വകുപ്പിൽ പറയുന്നു, തൊഴിലുടമ നടത്തുന്ന സ്ഥാപനത്തിൻ്റെ പ്രിമിസൈസിൽ ആ പരിസരത്ത് കടന്നു വരുവാനോ കടന്ന് കയറുവാനോ ഒരു തൊഴിലാളിക്ക് അവകാശമില്ല, ഒരാളിന് അവകാശമില്ല. അവിടെ ഏതെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാക്കുവാൻ അവകാശമില്ല, അവിടെ എന്തെങ്കിലും സൃഷ്ടിക്കാൻ അവകാശമില്ല. തൊഴിലുടമയുടെയോ മറ്റാരുടെയെങ്കിലോ ഭൂമിക്കും വസ്തുവകൾക്കും ഏതെങ്കിലും തരത്തിലുള്ള നാശം ഉണ്ടാക്കുവാൻ പാടില്ല, നശീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ പാടില്ല, ദ്രോഹമുണ്ടാക്കുവാൻ പാടില്ല. നിയമം വളരെ ശരിയായ രീതിയിൽ അതിൻ്റെ അർത്ഥത്തിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുന്നു. ഈ നിയമത്തിൻ്റെ 8-ാം വകുപ്പിൽ തൊഴിലാളിക്ക് കൊടുക്കുന്ന കൂലി വിവിധ സ്ഥലങ്ങളിൽ വിവിധ നിരക്കിൽ നിർണയിച്ച് ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനം വഴി സർക്കാരിന് ക്രമീകരിക്കാമെന്ന് പറയുന്നു. ഈ ആക്റ്റിൽ നിർദ്ദേശിക്കപ്പെട്ട ഉദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടോ അത് സംബന്ധിച്ചോ ആയ കയറ്റിറക്ക് ജോലി വിജ്ഞാപനം ചെയ്യപ്പെട്ട കൂലിയിൽ കൂടുതലായി ഒരു തൊഴിലാളിയും ആവശ്യപ്പെടുവാൻ പാടുള്ളതല്ലെന്നും ഈ നിയമം പറയുന്നു. അപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിനെ കുറിച്ചാണ്, കേരള കയറ്റിറക്ക് ആക്ടിനെ കുറിച്ചാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഈ വിഷയത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം.